ഗാസയെ ചോരക്കളമാക്കിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന നരനായാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരവാദത്തെ അടിച്ചമർത്തുമെന്നും അമർച്ച ചെയ്യുമെന്നും ഒക്കെ വലിയ തോതിൽ വർത്തമാനം പറയുന്ന അമേരിക്ക ഈ മുന്നോട്ട് വെച്ച നയങ്ങൾ, അതായത് 20ഓളം ധാരണകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്രയേൽ ഇതുവരെ അനുകൂലമായ നയം എടുത്തിട്ടില്ല. അതായത് ഗാസയെ പരിപൂർണമായി അവിടെ ആവാസയോഗ്യമല്ലാത്ത സ്ഥലമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഇസ്രയേൽ. പാകിസ്ഥാനിലെ അസിം മുനീറുമായി കൂടിക്കാഴ്ച ഉണ്ടാക്കാനും അസിം മുനീറിനെ സ്വീകരിക്കാനും ട്രംപിന് പ്രത്യേക താല്പര്യമാണ്. കാരണം അഫ്ഗാൻ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് അസിം മുനീറിനെ കണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഇസ്രയേൽ നടത്തുന്നത് ഒരു ഭീകരവാദ രാഷ്ട്രീയം തന്നെയാണ്. സൈനിസ്റ്റ് ഭരണകൂടത്തെ ഭീകരവാദികളായി തന്നെ കണക്കാക്കണമെന്ന് ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒരുപോലെ പറയുകയാണ്. കാരണം ഭീകരാക്രമണം പോലെ ഒരു ആക്രമണ പരമ്പരയാണ് ഗാസയിലേക്ക് ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ വൈകുന്നേരം ഒരു വാഹനം പൊട്ടിച്ചേറിയതിൽ 11 പേർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. 19 പേരോളം പരിക്കേറ്റു, ഗുരുതരമായ പരിക്കേറ്റു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഗാസയിലെ തെരുവോരങ്ങളിൽ ഓരോയിടത്തും ഇതുപോലെ കാവർ ബോംബ് സ്ഫോടനവും, അതുമാത്രമല്ല തുരുതുരായുള്ള എയർ സ്ട്രൈക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി. ഇത് കൃത്യമായി നടത്തുമ്പോഴും വെടിനിർത്തൽ കരാറ് അത് ഏതൊക്കെ രീതിയിൽ അംഗീകരിക്കണം, വെടിനിർത്തൽ കരാറ് അക്ഷരം പ്രതി തങ്ങൾ പാലിക്കുകയാണ് എന്ന് ഹമാസും ഹിസ്ബുള്ളയും അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഒരു പ്രോക്സി ഗ്രൂപ്പുകളും വെടിനിർത്തൽ കരാറിനോട് നിഷേധാത്മകമായ സ്വഭാവം എടുത്തിട്ടില്ല. അമേരിക്കയുടെ ഉപാധികളെ ലംഘിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അവിടെയാണ് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അമേരിക്കയുടെ നയങ്ങളെ പരിപൂർണമായി ഇസ്രയേൽ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ പുല്ല് വില കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ശക്തമായി പെരുമാറേണ്ടി വരുന്നത്. ഹിസ്ബുള്ള തലവനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഒരു വധശ്രമം നടത്തി നോക്കി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പെൻറ്റഗൺ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഹിസ്ബുള്ളയ്ക്ക് പെൻറ്റഗൺ മോഡലിൽ രഹസ്യ സേനയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായി ഗാസയിൽ പെൻറ്റഗൺ മോഡലിലുള്ള ഒരു രഹസ്യ താവളമുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. അത് കടന്നാക്രമിച്ചാലേ തങ്ങൾക്ക് മതിയാവുകയുള്ളൂ. തങ്ങൾ ഒരു രീതിയിലും ഹമാസിനെയും ഹിസ്ബുള്ളയും പ്രോത്സാഹിപ്പിക്കില്ല. അവരുള്ളിടത്തോളം കാലം ഗാസ തെരുവോരം ഫലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് അവരുടെ വിധിയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്ത് വിരോധാഭാസമാണ്!